മകം പിറന്ന മക്കൾക്ക് രാജയോഗം. തലമുറകളായി മലയാളി കേട്ടുപഴകിയ ഈ ഒരു ഒറ്റ വാചകം മതി ജ്യോതിഷശാസ്ത്രത്തിൽ മകം നക്ഷത്രക്കാർക്ക് നൽകിയിരിക്കുന്ന അത്യുന്നത പദവി മനസ്സിലാക്കാൻ. 27 നക്ഷത്രങ്ങളുടെ നീണ്ട നിരയിൽ മകം 10ാമത്തെ നക്ഷത്രമാണെങ്കിലും അതിന്റെ പ്രഭാവം കൊണ്ടും പ്രതാപം കൊണ്ടും അതെന്നും ഒന്നാമതായി നിൽക്കുന്നു. ആകാശമണ്ഡലത്തിലെ നക്ഷത്രങ്ങളെ നിരീക്ഷിക്കുമ്പോൾ സിംഹത്തിന്റെ ഹൃദയഭാഗത്ത് തിളങ്ങി നിൽക്കുന്ന റെഗുലൻസ് എന്ന നക്ഷത്രമാണ് മകം. റെഗുലൻസ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ചെറിയ രാജാവ് എന്നാണ്. പുരാതന കാലം മുതൽക്കേ പേർഷ്യക്കാരും ബാബിലോണിയക്കാരും ഗ്രീക്കുകാരുമെല്ലാം ഈ നക്ഷത്രത്തെ അധികാരത്തിന്റെയും ഭരണത്തിന്റെയും പ്രതീകമായിട്ടാണ് കണ്ടിരുന്നത്. എന്തുകൊണ്ടാണ് ഭാരതീയ ജ്യോതിഷം മകത്തെ ഇത്രയേറെ പ്രാധാന്യത്തോടെ നോക്കിക്കാണുന്നത്? കേവലം പണവും പ്രശസ്തിയും മാത്രമാണോ രാജയോഗം? അതോ അതിലുപരി വ്യക്തിത്വത്തിൽ അന്തർലീനമായ ഒരു തരം ഗാംഭീര്യമാണോ ഇതിന്റെ അടിസ്ഥാനം? ചിങ്ങം രാശിയുടെ തനിമയും സൂര്യന്റെ തേജസ്സും കേതുവിന്റെ ആഴവും പിതൃക്കളുടെ അനുഗ്രഹവും ഒത്തുചേരുന്ന അപൂർവമായ ഒരു സന്ധിയാണ് മകം നക്ഷത്രം. മകം നക്ഷത്രത്തിൽ ജനിച്ച ഒരാൾ നടന്നു പോകുമ്പോൾ അദൃശ്യമായ ഒരു പല്ലക്കിൽ എന്ന പോലെ ഒരു പ്രൗഢി അവരെ പിന്തുടരുന്നുണ്ടെന്ന് പറയപ്പെടുന്നു. സിംഹാസനം ചിഹ്നമായുള്ള ഈ നക്ഷത്രക്കാർ ഏതൊരാൾക്കൂട്ടത്തിലും വേറിട്ടു നിൽക്കുന്നവരാണ്. മറ്റുള്ളവർക്ക് വഴികാട്ടാനും സമൂഹത്തെ നയിക്കാനും നീതി നിർവഹണം നടത്താനും ഇവർക്ക് ജന്മനാ തന്നെ ഒരു വാസനയുണ്ട്. എന്നാൽ ഈ രാജയോഗം എന്ന പദം പലപ്പോഴും തെറ്റായി വ്യാഖ്യാനിക്കപ്പെടാറുണ്ട്. രാജാവിനെ പോലെ ജീവിക്കുക എന്നതിലുപരി ഒരു രാജാവിനെ പോലെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും പ്രതിസന്ധികളെ നെഞ്ചുവിരിച്ച് നേരിടാനുമുള്ള കഴിവിനെയാണ് യഥാർത്ഥത്തിൽ മകം സൂചിപ്പിക്കുന്നത്. ഈ വീഡിയോയിൽ മകം നക്ഷത്രത്തിന്റെ ഓരോ വശങ്ങളെയും നാം ആഴത്തിൽ വിശകലനം ചെയ്യുന്നു. അവരുടെ സ്വഭാവത്തിലെ സങ്കീർണതകൾ, പാരമ്പര്യമായുള്ള അവരുടെ ആത്മബന്ധം, തൊഴിൽ രംഗത്തെ മുന്നേറ്റങ്ങൾ, ജീവിതത്തിൽ അവർ നേരിടുന്ന വെല്ലുവിളികൾ എന്നിങ്ങനെ മകം നക്ഷത്രത്തെക്കുറിച്ചുള്ള സമഗ്രമായ ഒരു യാത്രയാണ് ഇവിടെ ആരംഭിക്കുന്നത്. മകം നക്ഷത്രക്കാർക്ക് ശരിക്കും രാജയോഗമുണ്ടോ? എന്തുകൊണ്ടാണ് അവരെക്കുറിച്ച് ഇങ്ങനെ പറയപ്പെടുന്നത്? ആ നിഗൂഢതകളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. മകം നക്ഷത്രത്തിന്റെ പ്രത്യേകതകൾ മനസ്സിലാക്കാൻ അതിന്റെ ഘടന പരിശോധിക്കേണ്ടതുണ്ട്. ചിങ്ങം രാശിയിലെ 0 ഡിഗ്രി മുതൽ 13 ഡിഗ്രി 20 മിനിറ്റ് വരെയാണ് മകം വ്യാപിച്ചു കിടക്കുന്നത്. നവഗ്രഹങ്ങളിൽ ആത്മാകാരകനായ സൂര്യന്റെ സ്വന്തം രാശിയാണിത്. നക്ഷത്രാധിപൻ കേതു ആണെങ്കിലും രാശ്യാധിപൻ സൂര്യനാണ്. മകം നക്ഷത്രത്തിന്റെ ദേവത പിതൃക്കളാണ്. നാം ഇന്ന് അനുഭവിക്കുന്ന ജീവിതം നമ്മുടെ പൂർവികർ ചെയ്തു വെച്ച പുണ്യത്തിന്റെ ബലമാണെന്നാണ് ഭാരതീയ വിശ്വാസം. മകം നക്ഷത്രക്കാർക്ക് അവരുടെ വംശത്തിന്റെയോ കുടുംബത്തിന്റെയോ ഒരു സംരക്ഷണം എപ്പോഴും ഉണ്ടാകും. അതുകൊണ്ടാണ് അവർ പലപ്പോഴും കുലീനമായ കുടുംബങ്ങളിൽ ജനിക്കുന്നതും അല്ലെങ്കിൽ സ്വന്തം പ്രയത്നത്തിലൂടെ തന്റെ കുടുംബത്തിന്റെ പേര് ലോക പ്രശസ്തമാക്കുന്നതും. മറ്റൊരു നക്ഷത്രത്തിനും അവകാശപ്പെടാനില്ലാത്ത ഒന്നാണ് സിംഹാസനം എന്ന ചിഹ്നം. അധികാരം, പദവി, ഉത്തരവാദിത്തം എന്നിവയാണ് ഇത് പ്രതിനിധീകരിക്കുന്നത്. ഈ നക്ഷത്രത്തിൽ ജനിക്കുന്നവർ സ്വാഭാവികമായും മറ്റൊരാളുടെ കീഴിൽ അമർന്നു ജീവിക്കാൻ ഇഷ്ടപ്പെടാത്തവരാണ്. അവർക്ക് സ്വന്തമായ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കാനുള്ള കരുത്തുണ്ടാകും. മകം നക്ഷത്രക്കാരെ തിരിച്ചറിയാൻ അവരുടെ പെരുമാറ്റം മാത്രം ശ്രദ്ധിച്ചാൽ മതി. അവരിൽ കാണുന്ന പ്രധാന സവിശേഷതകൾ ഇവയാണ്. വെല്ലുവിളികൾ കണ്ട് പിന്തിരിയുന്ന സ്വഭാവം ഇവർക്കില്ല. തോൽവിയിൽ പോലും ഒരു അന്തസ്സ് കാത്തു സൂക്ഷിക്കാൻ ഇവർക്ക് കഴിയും. ഇവർ സംസാരിക്കുന്നത് അളന്നു മുറിച്ചായിരിക്കും. മറ്റുള്ളവർക്ക് ആജ്ഞയായോ ഉപദേശമായോ അവരുടെ വാക്കുകൾ അനുഭവപ്പെടാം. അധർമ്മമായ വഴികളിലൂടെ നേടുന്ന വിജയത്തെക്കാൾ സത്യസന്ധമായ പരാജയത്തെ ഇവർ ബഹുമാനിക്കുന്നു. മകം നക്ഷത്രം പൂർണ്ണമായും വരുന്നത് ചിങ്ങം രാശിയിലാണ്. നവഗ്രഹങ്ങളിലെ രാജാവായ സൂര്യന്റെ സ്വന്തം വീടാണ് ചിങ്ങം. ഒരു രാജാവിനുണ്ടാകേണ്ട ആഭിജാത്യം, തന്റെ ഇടം, നേതൃപാടവം എന്നിവ ഈ രാശിയുടെ പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ ഈ രാശിയിൽ ജനിക്കുന്ന മകം നക്ഷത്രക്കാർക്ക് സ്വതവേ ഒരു നായകൻ ഗുണങ്ങൾ ലഭിക്കുന്നു. മകം നക്ഷത്രത്തിന്റെ അധിപൻ കേതു ആണെങ്കിലും രാശ്യാധിപൻ സൂര്യനാണ്. കേതു ആത്മീയതയെയും മോക്ഷത്തെയും പ്രതിനിധീകരിക്കുന്നു. സൂര്യൻ അധികാരത്തെയും പ്രശസ്തിയെയും പ്രതിനിധീകരിക്കുന്നു. ഈ 2 ഗ്രഹങ്ങളുടെയും സ്വാധീനം കാരണം ഭൗതികമായ നേട്ടങ്ങൾക്കൊപ്പം തന്നെ ധാർമ്മികമായ ഒരു ഔന്നത്യവും മകം നക്ഷത്രക്കാർക്കുണ്ടാകും. അവർ അധികാരം കൈയാളുന്നത് നീതിപൂർവമായിരിക്കും. മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ കാണപ്പെടുന്ന ചില സ്വഭാവ ഗുണങ്ങൾ നോക്കാം. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും തളരാതെ നിൽക്കാനുള്ള കരുത്ത് ഇവർക്കുണ്ടാകും. സ്വന്തം കഴിവിൽ ഇവർക്ക് വലിയ വിശ്വാസമുണ്ടാകും. വസ്ത്രധാരണത്തിലും പെരുമാറ്റത്തിലും സംസാരത്തിലും ഒരു പ്രത്യേക ഗാംഭീര്യം ഇവർ പ്രകടിപ്പിക്കും. കള്ളം പറയുന്നതും ചതിക്കുന്നതും ഇവർക്കിഷ്ടമല്ല. നേരായ വഴിയിലൂടെ വിജയിക്കാനാണ് ഇവർ ആഗ്രഹിക്കുന്നത്. മുതിർന്നവരെയും ഗുരുക്കന്മാരെയും ബഹുമാനിക്കുന്ന കാര്യത്തിൽ ഇവർ മുൻപന്തിയിലായിരിക്കും. സൂര്യന്റെ സ്വാധീനം ഉള്ളതുകൊണ്ട് തന്നെ ഇവർക്ക് പെട്ടെന്ന് ദേഷ്യം വരാം. എന്നാൽ അത് അധിക നേരം നീണ്ടു നിൽക്കില്ല. പാവപ്പെട്ടവരെയും കഷ്ടപ്പെടുന്നവരെയും സഹായിക്കാൻ ഇവർക്ക് പ്രത്യേക താല്പര്യമുണ്ടാകും. രാജയോഗം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കേവലം പണമല്ല, മറിച്ച് സമൂഹത്തിലുള്ള സ്ഥാനമാനങ്ങൾ കൂടിയാണ്. സർക്കാർ സർവീസിൽ ഉന്നത പദവികൾ, രാഷ്ട്രീയ നേതൃത്വം, മാനേജ്മെന്റ് രംഗത്തെ ഉയർന്ന തസ്തികകൾ എന്നിവയിൽ മകം നക്ഷത്രക്കാരെ ധാരാളമായി കാണാം. മറ്റുള്ളവരുടെ കീഴിൽ ജോലി ചെയ്യുന്നതിനേക്കാൾ സ്വന്തമായി എന്തെങ്കിലും ചെയ്യാനാണ് ഇവർ ആഗ്രഹിക്കുക. സാംസ്കാരിക രംഗത്തും ഇവർ തിളങ്ങാറുണ്ട്. പ്രസംഗകലയിൽ ഇവർക്ക് പ്രത്യേക നൈപുണ്യമുണ്ടാകും. കഠിനാധ്വാനത്തിലൂടെ ഇവർ വലിയ സമ്പത്ത് സമ്പാദിക്കും. പാരമ്പര്യ സ്വത്തുക്കൾ അനുഭവിക്കാൻ യോഗമുള്ളവരാണ് ഇവർ.
മകം നക്ഷത്രത്തെ 4 പാദങ്ങളായി തിരിച്ചിരിക്കുന്നു. ജനിച്ച പാദമനുസരിച്ച് സ്വഭാവത്തിൽ ചെറിയ മാറ്റങ്ങൾ വരാം. മേടം നവാംശത്തിൽ വരുന്ന മകം 1-ാം പാദക്കാർ ചൊവ്വയുടെ സ്വാധീനത്തിലുള്ളവരാണ്. ഇവർ അങ്ങേയറ്റം ധൈര്യശാലികളും കർമ്മോത്സുകരും ആയിരിക്കും. അധികാരമോഹം കൂടുതലായിരിക്കും. ഇടവം നവാംശത്തിൽ വരുന്ന മകം 2-ാം പാദക്കാർ ശുക്രന്റെ സ്വാധീനത്തിൽ വരുന്നവരാണ്. ഇവർക്ക് കലകളോട് താല്പര്യമുണ്ടാകും. സുഖലോലുപതയും സമ്പത്തും ഇവർക്ക് ലഭിക്കും. മിഥുനം നവാംശത്തിൽ വരുന്ന മകം 3-ാം പാദക്കാർ ബുധന്റെ സ്വാധീനത്തിൽ വരുന്നവരാണ്. ഇവർക്ക് നല്ല ബുദ്ധിശക്തിയും കാര്യങ്ങൾ വേഗത്തിൽ ഗ്രഹിക്കാനുള്ള കഴിവും ഉണ്ടായിരിക്കും. എഴുത്തിലും വായനയിലും ശോഭിക്കും. കർക്കടകം രാശിയിൽ വരുന്ന മകം 4-ാം പാദക്കാർ ചന്ദ്രന്റെ സ്വാധീനത്തിൽ വരുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇവർ കൂടുതൽ കരുണയുള്ളവരും കുടുംബത്തോട് അടുപ്പം കാണിക്കുന്നവരും ആയിരിക്കും. താൻ മറ്റുള്ളവരെക്കാൾ ഉയർന്നതാണെന്ന ചിന്ത ഇവരെ എപ്പോഴും അഹങ്കാരികളാക്കി മാറ്റാം. ഇത് ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാക്കും. പെട്ടെന്നുള്ള ദേഷ്യം കാരണം ആലോചിക്കാതെ തീരുമാനങ്ങൾ എടുക്കുന്നത് ദോഷം ചെയ്യും. ആഡംബര ജീവിതത്തോടുള്ള താല്പര്യം കാരണം സാമ്പത്തിക അച്ചടക്കം പാലിക്കാൻ ഇവർക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടാം. മറ്റുള്ളവർ തന്നെ വിമർശിക്കുന്നത് ഇവർക്ക് സഹിക്കാൻ കഴിയില്ല. മകം പിറന്ന മങ്ക എന്ന് സ്ത്രീകളെ കുറിച്ച് പ്രത്യേകം പറയാറുണ്ട്. മകം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ ബുദ്ധിമതികളും കുടുംബം കാര്യക്ഷമമായി നയിക്കാൻ കഴിവുള്ളവരും ആയിരിക്കും. ഇവർക്ക് സമൂഹത്തിൽ വലിയ ബഹുമാനം ലഭിക്കും. ഭർത്താവിനും കുടുംബത്തിനും ഐശ്വര്യം കൊണ്ടുവരുന്നവരായിരിക്കും ഇവർ. എങ്കിലും അല്പം നിർബന്ധ ബുദ്ധി ഇവർക്ക് കൂടുതലായിരിക്കും. മകം നക്ഷത്രത്തിന്റെ അധിപദേവതകൾ പിതൃക്കളായതുകൊണ്ട് ഈ നക്ഷത്രക്കാർ പിതൃകർമ്മങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകണം. മകം നക്ഷത്രക്കാർ പതിവായി പിതൃതർപ്പണമോ ശ്രാദ്ധമോ നടത്തുന്നത് അവരുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ നീങ്ങാനും ഐശ്വര്യം വർദ്ധിക്കാനും സഹായിക്കും. കുടുംബത്തിലെ മുതിർന്നവരുടെ അനുഗ്രഹം വാങ്ങിയ ശേഷം ഏതൊരു കാര്യവും തുടങ്ങുന്നത് ഇവർക്ക് വലിയ വിജയം നൽകും. മകം നക്ഷത്രത്തിൽ ജനിച്ചു എന്നതുകൊണ്ട് മാത്രം ഒരാൾ രാജാവാകണമെന്നില്ല. ഗ്രഹനിലയിലെ മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥാനവും പ്രധാനമാണ്. എന്നാൽ മകം നക്ഷത്രത്തിന്റെ ഗുണഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ദിവസവും രാവിലെ സൂര്യ നമസ്കാരം ചെയ്യുന്നതും ആദിത്യ ഹൃദയം ജപിക്കുന്നതും ഉന്നത പദവികൾ ലഭിക്കാൻ സഹായിക്കും. നക്ഷത്രാധിപനായ കേതുവിന്റെ ദോഷങ്ങൾ മാറാൻ ഗണപതിയെ ആരാധിക്കുന്നത് ഉത്തമമാണ്. പാവപ്പെട്ടവർക്ക് വസ്ത്രമോ ഭക്ഷണമോ നൽകുന്നത് ഭാഗ്യം വർദ്ധിപ്പിക്കും. കറുത്ത വാവ് ദിവസങ്ങളിൽ പിതൃക്കൾക്കായി ബലിതർപ്പണം നടത്തുക. മകം നക്ഷത്രക്കാർ ശരിക്കും രാജയോഗമുള്ളവരാണോ എന്ന ചോദ്യത്തിന് ജ്യോതിഷപരമായ ഉത്തരം അതെ എന്ന് തന്നെയാണ്. എന്നാൽ ഈ രാജയോഗം എന്നത് വെറുതെ ഇരുന്നാൽ ലഭിക്കുന്ന ഒന്നല്ല. മകം നക്ഷത്രം നൽകുന്ന ആത്മവിശ്വാസം, ധൈര്യം, നേതൃപാടവം എന്നിവ ശരിയായ രീതിയിൽ വിനിയോഗിച്ചാൽ ഏതൊരാൾക്കും ഉന്നതികളിൽ എത്തിച്ചേരാൻ സാധിക്കും. മകം ഒരു കർമ്മ നക്ഷത്രമാണ്. സൂര്യന്റെ തേജസ്സും കേതുവിന്റെ ആഴവും പിതൃക്കളുടെ അനുഗ്രഹവും ഒത്തുചേരുന്ന ഈ നക്ഷത്രം പാരമ്പര്യത്തെയും നവീനതയെയും ഒരുപോലെ ചേർത്ത് പിടിക്കുന്നു. അഹങ്കാരം വെടിഞ്ഞ് വിനയത്തോടെ പെരുമാറാൻ പഠിച്ചാൽ മകം നക്ഷത്രക്കാർക്ക് തങ്ങളുടെ ജീവിതം ഒരു സിംഹാസനം പോലെ പ്രതാപപൂർണമാക്കാൻ സാധിക്കും. മകം നക്ഷത്രക്കാർ ജനിക്കുമ്പോൾ തന്നെ ചില സവിശേഷമായ കഴിവുകളുമായാണ് വരുന്നത്. ഈ കഴിവുകളെ രാഗിമിനുക്കി എടുക്കുന്നതിലൂടെ അവർക്ക് ലോകം ബഹുമാനിക്കുന്ന വ്യക്തിത്വങ്ങളായി മാറാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് പുരാതന കാലം മുതൽക്കേ മകം നക്ഷത്രക്കാരെ രാജയോഗത്തിന്റെ പ്രതീകമായി നാം കണക്കാക്കി വരുന്നത്.